നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഹല്ലേലൂയ. ആണ്ടവരുടെ രക്ഷകനായ യേശുവിൻ്റെ നാമം ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ ദൈവമക്കളോട് ഒരുമിച്ച് ഈ രാത്രിയിലും കൂടി വരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രിയിൽ നമ്മോട് സംസാരിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയ കർത്തദാസനെ, കുടുംബത്തെ, അവരുടെ തലമുറകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിലും സ്വർഗം വെളിപ്പെടുത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവഭക്തന്മാരാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കടന്നു വരുന്നത്. ആരും മടിപ്പ് കൂടാതെ ആമേൻ സ്തോത്രത്തെ ചെയ്യാറൊന്നും ഒഴിവില്ലാതെ എല്ലാവരും ഓടി വന്ന് ദൈവസന്നിധാനത്തിൽ ആരാധിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ 21 ദിവസം പ്രാർത്ഥന നടക്കുന്ന ഒരു സഭയിൽ കടന്നു പോകുവാനിടയായി. നാളെയും ഞാൻ പോകുന്നത് അവിടെ 21 ദിവസത്തെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. മുള്ളങ്കനാവിളെ. പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിൽ ഉപവാസങ്ങളും പ്രാർത്ഥനകളും വേണ്ടാതെ നടക്കുന്ന പെന്തക്കോസ്തുകാരുമുണ്ട്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ ജനം ദൈവത്താലുള്ള വിടുതൽ അനുഭവിപ്പാനിടയായിത്തീരും. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് ഉപദ്രവങ്ങളും വേദനകളും ദുഃഖങ്ങളും ജീവിതത്തിലുണ്ട്. കാരണം മഹത്വകരമേറുന്ന പൊക്കിഷം ദൈവം നമുക്ക് വേണ്ടി കരുതുക കൊണ്ട് അത് പ്രാപിക്കാതിരിക്കാൻ വേണ്ടി പിശാച് വിവിധ തലങ്ങളിൽ നമ്മോട് പോരാടുവാനിടയായും. പക്ഷേ ദൈവസന്നിധാനത്തിൽ നാം വിശ്വസ്തയോടെ അക്കരെ നാട്ടിൽ എത്തണമെങ്കിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ചു നിന്നേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ ഉറപ്പോടെ നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയ ചിന്തയ്ക്കായി 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 1 പേതുരു 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ ദൈവജനത്തെ ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന സ്തോത്ര പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചു എന്നോർത്ത് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിലുള്ള പരീക്ഷകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് ലോകത്തിലായിരിക്കപ്പെടുമ്പോൾ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അതിജീവിക്കണമെങ്കിൽ ദൈവത്തോട് പറ്റിയിരുന്നാൽ മാത്രമേ വിടുവിക്കപ്പെടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തോട് എത്രത്തോളം പറ്റിയിരിക്കുമോ അത്രത്തോളം ദൈവത്തിൻ്റെ വിടുതൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇതിന് കൂടെ ഒരു കാര്യം പറയാറുണ്ട്. എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് 100 രൂപ കൊടുക്കണമെന്നുണ്ട്. ആ വ്യക്തി അടുത്താണെങ്കിൽ എനിക്ക് വേഗത്തിൽ കൊടുക്കാം, അവർക്ക് വേഗത്തിൽ വാങ്ങുകയും ചെയ്യാം. ദൂരത്തിലാണെങ്കിൽ
ആമേൻ സ്തോത്രം, ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് പോകണം, ഇല്ല എങ്കിൽ അവരിങ്ങോട്ട് വരണം. ആ വരുന്ന പോക്കുവരത്തിൻ്റെ സമയം ആമേൻ സ്തോത്രം ഒരുപാടായിത്തീരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, ദൈവത്താൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ നാം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തോട് ചേർന്നിരിക്കുക? ആമേൻ, ദൈവത്തിൻ്റെ വചനപ്രകാരം ആമേൻ സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരപ്പെട്ട ഒരു ദൈവവൈദ്യനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ആമേൻ സ്തോത്രം, അവർ ദൈവസഭയ്ക്കകത്ത് കൂട്ടായ്മ ആചരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും സ്നാനപ്പെടും, പള്ളിക്കകത്ത് ഏതോ ഒരിക്കൽ, ഇനിയിപ്പം ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും വരും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിലിരിക്കുമ്പോൾ അവിടെ പറഞ്ഞു, പാസ്റ്റർ പരസ്യം പറയുന്നതായിട്ട് ഗുഡ് ഫ്രൈഡേ അന്നയ്ക്ക് ലീവ് പോട്ട് എല്ലാവരും വന്നിരുങ്ക, ഏത് കുടിയനും കയറിപ്പോവും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കാരണം യേശു മരിച്ച ദിവസമല്ലേ, ഇവർക്ക് അന്നാണ്. ഇന്നിപ്പോൾ ആമേൻ സ്തോത്രം ചാരായ ഷാപ്പിൽ അതിനേക്കാൾ തിരക്കായിരിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ ഒരു പാർട്ടികൾക്ക് ക്രിസ്തു ജനിക്കുന്ന അന്നും ആമേൻ ക്രിസ്തു മരിക്കുന്ന അന്നും ക്രിസ്തു ഉയർക്കുന്ന അന്നും ഒരുപാട് ചാരായം വിറ്റഴിയുന്ന ദിവസമാണ്. പക്ഷേ സ്തോത്രം, ദൈവമക്കൾ ആമേൻ എന്നും വർഷം തോറും യേശു മരിക്കുന്നില്ല. പക്ഷേ യേശു നമുക്ക് വേണ്ടി മരിച്ച ദിവസത്തെ നാം ഓർമ്മ കൊള്ളുകയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്തിനാണ് മരിച്ചത്? പാപികളായി ജനിക്കപ്പെട്ട നമ്മുടെ പാപം പോക്കേണ്ടതിന് മാനവരാശിക്ക് വേണ്ടി യേശു കർത്താവ് ആമേൻ ആമേൻ സ്തോത്രം സ്വയം മരണം ഏറ്റെടുത്തു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവപൈതനും ഈ ലോകത്തിൽ പട്ടുമെത്തയുടെ ജീവിതമല്ല, കഷ്ടപ്പാടിൻ്റെ ജീവിതമാവുള്ളത്. ഹല്ലേലൂയ. പക്ഷേ ക്ഷീണിച്ചും മടുത്തും പോകരുത്. ഈ കഷ്ടപ്പാടുകൾ, ഈ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഓർത്തുകൊള്ളണം, ആമേൻ സ്തോത്രം, യേശുവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, ദൈവജനം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം യഹോവ അവനായി വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ കഷ്ടത സഹിച്ചു ഓടിയേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഏതോ കടമയ്ക്ക് വേണ്ടിയല്ല ഒരു പ്രാർത്ഥന സഭയ്ക്കകത്ത് വയ്ക്കുന്നത്. ദൈവജനം കഷ്ടപ്പാടുകളുടെ നടുവിൽ തോറ്റുപോകാതെ ദൈവമഹത്വത്തിന് വിടുതൽ പ്രാപിക്കേണ്ടതിന് ആമേൻ സ്തോത്രം ദൈവഭക്തന്മാർ അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ദൈവസഭയ്ക്കകത്ത് ഒരുക്കിയെടുക്കുന്നത്. ഈ ആരാധനയ്ക്കകത്ത് കടന്നു വന്ന് ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവവചനത്തിൽ ഉറച്ചും ആമേൻ സ്തോത്രം അനുദിനവും ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നു എങ്കിൽ ഈ ലോകത്തിൽ വരുന്ന പരീക്ഷാ കാലഘട്ടം ജയിപ്പാൻ ദൈവം കൃപ തരുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം ക്ഷീണിച്ച് മടുത്തു പോകുവാനല്ല. അതുകൊണ്ട് ആ എബ്രായ ലേഖനം 12:3 പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണവും മടുപ്പും കടത്തിവിട്ട് നമ്മുടെ ആത്മീക ബന്ധങ്ങളെ തകർത്ത് കളയുവാൻ പിശാച് അലതല്ലുമ്പോൾ ഇന്ന് രാത്രിയിൽ വാത്സല്യ ദൈവ പൈതലേ, ആമേൻ ക്രിസ്തുവിന് വേണ്ടി വിശ്വസ്ത സാക്ഷിയായി നിൽക്കുവാൻ, സഭയോട് കൂറുള്ളവരായി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ചിലർ കടമയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകും. ആമേൻ സ്തോത്രം. ഞാനിങ്ങോട്ട് വന്നപ്പോൾ 1-2 പേര് നടന്നു വരുന്നേ കണ്ടു. ഇവരുടെ നടപ്പിൻ്റെ സ്പീഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ റോഡിൽ എവിടെയും പോയിട്ട് പോകുന്നവരാണെന്ന് ചിന്തിച്ചു. ഞാൻ സ്തോത്രം പിന്നെ നോക്കിയപ്പോൾ ഹല്ലേലൂയ ഇങ്ങോട്ട് വരുന്നവരുമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്പീഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആത്മീയ തലങ്ങളിൽ നിങ്ങളുടെ സ്പീഡ് എങ്ങനെയാണ്. മണി 7:45 കഴിഞ്ഞു. ആമേൻ സ്തോത്രം. 6:45 കഴിഞ്ഞു. ഞാൻ നാറാണിയിൽ നിന്ന് തിരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ വീട്ടിൽ നിന്ന് പാറശാല വരെ വരാൻ 11 കിലോമീറ്ററുണ്ട്. ആമേൻ സ്തോത്രം. പാറശാലയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, ഉയരറ്റാണ് ഞാൻ ഓടിയത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ സഭയിലെ വിശ്വാസികൾക്ക് ആമേൻ സ്തോത്രം അത്യാവശ്യത്തിന് പോയവരാണോ ക്ഷമിക്കണം. പക്ഷേ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നതിൽ ഒരു കടപ്പാട് നമുക്കുണ്ട്. ആമേൻ. നമ്മുടെ കാലുകൾക്ക് വേഗതയുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, സഭയ്ക്കകത്ത് നടക്കുന്ന ആരംഭ ആരാധനയ്ക്കകത്ത് അധികം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്ന്, നമ്മൾ ആരാധിക്കുമ്പോൾ
ആമേൻ. ഇത് മനുഷ്യ പ്രശംസയ്ക്കല്ല, ദൈവത്തിന് നമ്മിൽ നിന്ന് മഹത്വം കൊടുക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. പ്രസംഗം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഉപദേശമാണ്. ഹലോ, കേൾക്കാമോ? ആരാധന നമ്മിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. പ്രസംഗം എന്ന് പറയുന്നത് ദൈവം നമ്മോട് ചില ഉപദേശങ്ങൾ കൽപ്പിക്കുകയാണ്. അപ്പം രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പം നാം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ ഓടിയെത്തണ്ടേ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ, വെള്ളം ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ഒന്നാമത് വെള്ളത്തിൽ ചാടുന്നവരാരോ അവരാ സൗഖ്യം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പക്ഷേ 38 വർഷക്കാലം ഒരുവൻ കുളത്തിൻ്റെ കരയിൽ കിടന്നു, അവന് ചാടുവാൻ കഴിയുന്നില്ല. യേശു കടന്നു വന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ വെള്ളത്തിൽ ഇറക്കുവാൻ ആരുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണമേ, മറ്റു വ്യക്തികളിൽ ആശ്രയം തേടാതെ വേദപുസ്തകം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമത്രേ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 38 വർഷക്കാലം കുളത്തിൻ്റെ കരയിൽ കിടന്നവന്, ആമേൻ, സ്തോത്രം, ഈ ഹിന്ദുക്കള് ഉരുളി നേർച്ച നടത്താറുണ്ട്. ഈ 38 വർഷം കിടന്നവൻ 2 ദിവസം കൊണ്ട് ഉരുണ്ടെങ്കിലും കുളത്തിൽ എത്തായിരുന്നു. അതിൻ്റെ വക്കത്ത് ചെന്നിരുന്നാൽ ആമേൻ വെള്ളത്തിൻ്റെ ഇളക്കം കേട്ട്, എന്ന് പറഞ്ഞാൽ ആ വെള്ളം കലക്കുന്ന ശബ്ദം കേട്ടാ അവിടെ നിൽക്കുന്നത്, ജനം കിടക്കുന്നത്. സ്തോത്രം. പക്ഷേ ഇവൻ ഉരുണ്ടെങ്കിലും കുളത്തിൻ്റെ കരയിൽ വന്ന് ആമേൻ കിടന്നെങ്കിൽ 2 ദിവസം മഞ്ഞും വെയിലും കൊള്ളാം, എന്തായാലും വന്നില്ലേ. ആമേൻ ഈ ബുദ്ധിമുട്ടിൻ്റെ മുമ്പിൽ അവൻ ബത്തപ്പാടോട് അവിടെ കിടന്നെങ്കിൽ ദൂതൻ വെള്ളം കലക്കുമ്പോൾ ആരും ആശ്രയം വേണ്ട, ആ ഉരുണ്ട അപ്പുറത്തങ്ങ് ചാടാം, അല്ലേ? ഹല്ലേലൂയ. ചിലരിങ്ങനെയാണ് ചാക്കുപോക്ക് പറയുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാർ പറയുമ്പോൾ അയ്യോ മറന്നുപോയി, ഉപവാസ പ്രാർത്ഥന മറന്നു പോകുന്നവരുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി വാത്സല്യ ദൈവമക്കളെ, ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിതത്തിൽ അതാ ഞാൻ പറഞ്ഞത്, ഉത്തമ വിശ്വാസി ദൈവരാജ്യത്തിൽ പോകുവാൻ കൊതിക്കുന്നവരുടെ ജീവിതത്തിൽ പിശാച് പല തലങ്ങളിലുള്ള പ്രതിസന്ധികൾ കടത്തിവിടും. ആമേൻ, സ്തോത്രം. എങ്കിലും അവയുടെ തലങ്ങൾ ദൈവത്തോട് ആമേൻ മത്സരിക്കാതെ ഉത്തമമായി പിടിച്ചു നിൽക്കുന്ന ഒരു ദൈവവൈദനെ സ്വർഗത്തിൽ ദൈവം കരം പിടിച്ച് നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ആമേൻ. പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചു എന്ന് ഓർത്ത് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ, ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം യഹോവ അവനായി വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ പരീക്ഷ കാലഘട്ടം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജയിക്കണമെങ്കിൽ ഒരു ആത്മീക ദൈവവേദന, ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഈ പത്രോസിനെ പുറത്തു വരാതിരിപ്പാൻ, ദൈവപ്രവൃത്തിക്ക് വെളിപ്പെടാതിരിപ്പാൻ, തന്നിലൂടെ ദൈവം ആഗ്രഹിച്ച പദ്ധതികൾ നിറവേറാതിരിക്കുവാൻ ഒരിക്കൽ പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിനകത്തടച്ചു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, യഹൂദന്മാർക്ക്, ആമേൻ, സ്തോത്രം, യോഹന്നാനെ കൊന്നപ്പോൾ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. ആമേൻ, അത് യഹൂദന്മാർക്ക് പ്രസാദമായി. പക്ഷേ ഈ പ്രസാദം കണ്ടിട്ട് ആമേൻ ദൈവ വേല ചെയ്യുന്ന പത്രോസിനെയും പിടിച്ച് കാരാഗൃഹത്തിനകത്തടച്ചു. ആമേൻ, സ്തോത്രം. അടുത്ത ദിവസത്തിൽ അവനെ വിസ്തരിക്കണം, അതിന് വേണ്ടിയിട്ട് പത്രോസിനെ പിടിച്ചടച്ചത്. ഹല്ലേലൂയ. പക്ഷേയോ പത്രോസ് കഥ കഴിഞ്ഞു എന്നുള്ള ചിന്തയായിരിക്കണം, പുള്ളി ഒന്ന് കിടന്നങ്ങ് വിശ്രമിച്ചു. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആമേൻ ഇന്നത്തെ കാലത്തെ വിശ്വാസികൾക്ക് ഉറക്കം വരില്ല. എന്തെന്ന് ചോദിച്ചാൽ പറയും, കടബാധ്യത കൊണ്ട് ഒരു സ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല. വീട്ടിൽ പ്രശ്നമാണ്, ഉറക്കം വരുന്നില്ല. ഒരു രോഗമാണ്, ഉറക്കം വരുന്നില്ല. മരണത്തെ പേടിക്കുന്നവരുണ്ട്, കടബാധ്യതയെ പേടിക്കുന്നവരുണ്ട്, ഞെരുക്കത്തെ പേടിക്കുന്നവരുണ്ട്. പക്ഷേ പത്രോസോ നാളെ തലവെട്ടുവാൻ ഇരിക്കുക, തന്നെ കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുക, എങ്കിലും അവൻ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാത്സല്യ ദൈവ പൈതലേ, കാരാഗൃഹത്തിൻ്റെ അകത്തളങ്ങൾ കിടന്നവൻ സുഖമായി കിടന്ന് ഉറങ്ങുകയാ. ആ സാഹചര്യത്തിൽ ഒരു സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ദൈവസഭയെ, ആമേൻ, സ്തോത്രം, പത്രോസിനെ ഹല്ലേലൂയ കൈയും കാലും പിടിച്ചു ബന്ധിച്ച് നന്നാലിച്ച
ചേവകരടങ്ങുക ആമേൻ സ്തോത്രം പടക്കൂട്ടത്തിന് നടുവിൽ ഒതുക്കി കിടത്തിയിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറായി. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പത്രോസിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസഭ ഈ നാളുകളിൽ ശക്തമായി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഒതുക്കപ്പെട്ട സാഹചര്യങ്ങളുടെ നടുവിൽ പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. എനിക്ക് അതിനകത്ത് ആമേൻ സങ്കടവും വന്നു, ചിരിയും വന്നു. പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ പത്രോസ് വിടുതലയായി, കാരാഗ്രഹത്തിൽ ദൂതനെ അയച്ച് പത്രോസ് വിടുതലയായി പ്രാർത്ഥിക്കുന്ന ജനം ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചാൽ വിടുതൽ നമ്മുടെ മുമ്പിൽ തന്നെ വരും. ആമേൻ. ഏത് വിഷയത്തിന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലേ ആ വിടുതൽ വരികയുള്ളൂ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിനെ തട്ടി ഉണർത്തി ആമേൻ സ്തോത്രം അവനെ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഹല്ലേലൂയ സഭയുടെ മുമ്പിൽ കടന്നു വന്ന് വാതിൽക്കൽ തട്ടുമ്പോൾ ആമേൻ സ്തോത്രം രോധ എന്നൊരു പെൺകൊച്ച് ചെന്ന് നോക്കുമ്പോൾ പത്രോസാ നിൽക്കുന്നത്. അവള് പത്രോസിനെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് ജനത്തോട് പറയുക, ഞങ്ങളുടെ പത്രോസ് ഉപദേശി വന്നിട്ടുണ്ട്. അപ്പോഴാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിടിവിക്കണേ എന്ന് പ്രാർത്ഥിച്ച വിശ്വാസികൾ അവിശ്വാസികളായിരുന്നു. ഹല്ലേലൂയ. അവർ പറയുന്നുണ്ട് ആമേൻ സ്തോത്രം നിനക്ക് ഭ്രാന്തുണ്ട്. ഹല്ലേലൂയ ആമേൻ. ദൈവിക വിടുതൽ പറയുന്ന പ്രവാചകരെ കുറ്റം പറയുന്നവരുണ്ട്. ദൈവശബ്ദം പറയുന്നവരെ ആമേൻ സ്തോത്രം അവമാനിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾക്കറിയാമായിരിക്കും ആമേൻ സ്തോത്രം പള്ളിയാടി സഭയുടെ ഒരു വിശ്വാസി ഒരു പയ്യൻ ആക്സിഡൻ്റായി കിടക്കുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഏതാണ്ട് ഒരു മാസം വരെ ഫെബ്രുവരി 1st വീക്ക് 4-ാം തീയതി എന്തോ ആക്സിഡൻ്റ് ആയത്. ഒരു മാസം കഴിഞ്ഞു. സ്തോത്രം വെന്റിലേറ്ററിലാണ്. ഒരു പ്രാവശ്യം ഡോക്ടേഴ്സ് അവനെ പിടിച്ച് നൂത്ത് നോക്കി, പൊങ്ങില്ല, തല പൊങ്ങില്ല, കൈകാൽ വിളങ്ങില്ല, തല ഇങ്ങനെ കുനിഞ്ഞാ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ വിഷയം ആമേൻ സ്തോത്രം ആക്സിഡൻ്റ് ആയ സമയത്ത് തന്നെ ഒരു ദൈവദാസി എന്നെ വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ചു. നാളുകൾ ഏറെ പിന്നിടും. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ ഈ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ കൈവേലി, ഈ വേലിയുടെ കരയിലിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു സ്തോത്രം ഘട്ടം ഘട്ടമായി വിടുതൽ തരും. ഹല്ലേലൂയ. ഇന്നെൻ്റെ ചെവിയിൽ വീഴുന്ന വാക്ക് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് ആമേൻ സ്തോത്രം പുറത്തെടുക്കുവാനിടയായി. ആമേൻ. വാത്സല്യ ദൈവമക്കളെ, ദൈവസഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ആമേൻ ദീനക്കാരനെ വിടുവിപ്പാനിടയായി തീരും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. മരണത്തിൻ്റെ നീക്കുപോക്ക് തരുവാൻ ദൈവം ശക്തനാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് ഉറപ്പോടെ നിൽക്കുമോ, മരണവാക്കുകൾ പറഞ്ഞ വിഷയത്തിൻ്റെ നടുവില ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വിടുതലയക്കുവാനിടയായി തീർന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഒതുക്കുവാൻ പിശാച് നോട്ടമിടുമ്പോൾ ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കെട്ടപ്പെട്ട പത്രോസ് പുറത്തു വന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ വാക്ക് പറയുന്ന ഒരു പെൺകൊച്ചിൻ്റെ മുമ്പിൽ ആമേൻ സ്തോത്രം അവിശ്വാസ വാക്കുകളോടെ ആ കുട്ടിക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് വിശ്വാസികൾ അവഗണിക്കുമ്പോൾ അവൾ തറപ്പിച്ച് പറയുന്നുണ്ട്, ഇല്ല ആമേൻ പത്രോസ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രിയിൽ വാത്സല്യ ദൈവ പൈതലേ ആമേൻ സ്തോത്രം അടയ്ക്കപ്പെട്ട ചിലതിൻ്റെ വിടുതൽ കാണുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ആമേൻ സ്തോത്രം. ആ സഭയ്ക്കകത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടി പത്രോസിൻ്റെ വിടുതലിനെ കുറിച്ച് ആഴമായി കണ്ടുകൊണ്ട് ആമേൻ വിളിച്ചറിയിക്കുവാൻ, അവിശ്വാസ ജനത്തിൻ്റെ നടുവിൽ ദൈവപ്രവൃത്തിയെ തെളിയിക്കുവാൻ ആ കുഞ്ഞിനെ ദൈവം ഉപയോഗിച്ചതുപോലെ ആമേൻ നമ്മുടെ സഭയുടെ വിടുതൽ, ശുശ്രൂഷകരുടെ വിടുതൽ, ഹല്ലേലൂയ ദേശത്തിൽ ദൈവം ചെയ്യുന്ന വിടുതൽ, കുടുംബങ്ങൾക്കകത്ത് ദൈവം ചെയ്യുന്ന വിടുതൽ ആഴമായി കണ്ടുകൊണ്ട്, വെളിപ്പാട് കണ്ടുകൊണ്ട് ദൈവപ്രവൃത്തിയിലേക്ക് ജനത്തെ നയിക്കുവാൻ ഇന്ന് രാത്രികാലം വെളിപ്പാടുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ
ദർശനമുള്ളവരായി തീരണം. ഹല്ലേലൂയ. ദൈവസഭ സദൃശവാക്യത്തിൽ പറയുന്നു, ആമേൻ സ്തോത്രം, വെളിപ്പാടില്ലാത്ത സഭ മര്യാദ കെട്ട് നടക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ സഭയ്ക്ക് ഏറ്റവും വേണ്ടത് വെളിപ്പാടാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോ പത്രോസിന്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അനന്യാസും സഫീറയും ചെയ്ത ആമേൻ സ്തോത്രം പ്രവൃത്തിയുടെ മുമ്പിൽ ദൈവപ്രവൃത്തി കയ്യോടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് ഭയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് സഭയുടെ ഉള്ളറകളിൽ ഭയമില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ദൈവവചനം അനുഷ്ഠിക്കുന്ന സഭയിലെ വിശ്വാസികൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങൾ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചവർ, ആമേൻ, ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മയിലും ദശാംശം ദൈവസഭയിൽ വരണം. അത് സഭയോട് ദൈവം കൊടുത്തിരിക്കുന്ന കടപ്പാടാണ്. പക്ഷേ അതിനകത്ത് വിശ്വസ്തതയില്ലാത്തവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാത്സല്യ ദൈവ പൈതലേ, വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. കെട്ടപ്പെട്ട പത്രോസ് കെട്ടഴിക്കപ്പെട്ടവനായി പുറത്തു വന്നു എങ്കിൽ, ആമേൻ സ്തോത്രം, ചില കുടുംബങ്ങളുടെ നന്മയെ, ചില വ്യക്തികളുടെ അനുഗ്രഹങ്ങളെ, ചില തലമുറകളെ, ചില വ്യക്തിത്വങ്ങളെ പിശാച് പുറകിലോട്ട് വലിച്ചു നിർത്തുമ്പോൾ ഇന്ന് രാത്രിക്കാലം അവരൊക്കെ വിടിവിക്കപ്പെട്ട് ദൈവസന്നിധാനത്തിൽ മടങ്ങി വരേണ്ടതിന് പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് കൂറില്ലാതെ, ദൈവസഭയ്ക്കകത്ത് സാക്ഷ്യമില്ലാതെ, ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ ഏതോ വിസിറ്റേഴ്സിനെ പോലെ ആമേൻ സ്തോത്രം കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾ ദൈവസഭയോട് ആഴമേറുന്ന ഒരു കൂറിനകത്ത് കയറി വരുവാൻ, ഐക്യതയോടെ കടന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ശബ്ദിക്കുന്നുവോ അതനുസരിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. എത്ര തന്നെ ഒരു ദൈവഭയത്തിന് പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവസഭയോട് കൂറുള്ളവരാണോ, ദൈവസഭയോട് ഐക്യതയുള്ളവരാണോ, ദൈവസഭയോട് ഉറ്റു നിൽക്കുന്നവരാണോ, അവരെ ദൈവം വിടിവിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ കൂടെ പറയാറുണ്ട്, ദൈവനാമത്തിന് വേണ്ടി കറക്റ്റായി ദശാംശം കൊടുക്കുകയും ദൈവാലയ കാര്യങ്ങളിൽ ഉത്തമത്തോടെ സപ്പോർട്ട് ചെയ്യുകയും ദൈവസഭയുടെ കാര്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വീൺ ചെലവ് വരാതെ ദൈവം കാക്കുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരുന്ന കാലത്ത് 1.5 വർഷം ഡയാലിസിസ് ചെയ്തു. സ്തോത്രം. ഈ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ദൈവനാമത്തിന് കൊടുക്കുന്നതിൽ ഇനി എവിടെയാണ് കുറവുള്ളത്? പണത്തിൽ കൊടുക്കും, ഏത് സാധനം വൃക്ഷഫലമാകട്ടെ, ആമേൻ സ്തോത്രം, നിലത്തിലെ വിത്താകട്ടെ, ഏത് ദൈവം തരുന്ന എല്ലാറ്റിലും കൊടുക്കുമായിരുന്നു. എനിക്കുള്ളത് കൊടുക്കുമായിരുന്നു, മനസാക്ഷി അറിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, ഈ വീൺ ചെലവ് വരുന്നല്ലോ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ പെട്ടെന്നായിട്ട് ആമേൻ സ്തോത്രം ഈ ഡയാലിസിസിൻ്റെ വിഷയത്തിൽ ആമേൻ സ്തോത്രം ഈ കാരുണ്യ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അതിൽ സ്തോത്രം ഒരു ഇഴവ് കൊണ്ടുവരുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി. 2, ആമേൻ സ്തോത്രം, എൻ്റെ പുള്ളിക്കാരൻ മരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ഈ നഷ്ട ഈടുകളൊക്കെ തികയ്ക്കത്തക്ക നിലകളിൽ ദൈവാത്മാവ് എനിക്ക് വേണ്ടി കരുതുവാനിടയായി. ഹല്ലേലൂയ. എത്രയോ സാക്ഷ്യം എനിക്ക് പറയുവാനുണ്ട്. ആമേൻ സ്തോത്രം. ദൈവസന്നിധാനത്തിൽ വിശ്വസ്തന്മാരെ കാക്കുവാൻ ദൈവം സമ്പന്നന. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വാത്സല്യ ദൈവ പൈതലേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എന്തൊക്കെ ശോധനകൾ കടന്നു വരട്ടെ, എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വരട്ടെ, പക്ഷേ അവയുടെ തലങ്ങളിൽ നേർമയായി ജീവിക്കുന്ന ഒരു ദൈവവേദനെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പള്ളിയിൽ വരിക മാത്രമല്ല, ദൈവസഭയ്ക്ക് വേണ്ടി ആമേൻ സ്തോത്രം പക്കബലമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന് സർവശക്തനായ ദൈവം പത്രോസിനെ വിടിവിച്ച് പുറത്തെടുക്കി. അവിടെ പറയുന്നുണ്ട്, 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിലേക്ക് ചെല്ലുന്ന ഇരുമ്പ് വാതില് സ്വന്തവേ തുറന്നു പോകുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ, പുറത്തു വരുവാൻ കഴിയാതെ, നന്മ കാണുവാൻ കഴിയാതെ, ജീവിതത്തിൽ ഒരു ഉയർച്ച, പല വാഗ്ദത്തങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളിലേക്ക് പുറത്തു വരുവാൻ കഴിയാതെ നിന്റെ നന്മകളെ, ഉയർച്ചകളെ തടയുന്ന ഏതോ ചില പ്രതിസന്ധികൾ, ആമേൻ, നിന്നെ 1, 2, 3 എന്ന് കെട്ടി ഒതുക്കിയിരിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി യഹോവയുടെ ആത്മാ കൽപ്പിക്കുന്നത്, ആമേൻ സ്തോത്രം, ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയുടെ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവുമായി ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്
ചെയ്യുമെന്ന് യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ തീരുമാനത്തിനകത്ത് ഉറപ്പോടെ നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ മുൻപിൽ ആമേൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം കാവലും രണ്ടാം കാവലും പട്ടണത്തിലേക്ക് ചെല്ലേണ്ടുന്ന ഇരുമ്പ് വാതിൽ സ്വതവേ തുറക്കുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. സ്വതന്റെ കുടുംബത്തിനകത്ത് കെട്ടപ്പെട്ട ബന്ധനമാകാം, നിന്നെ ദേശത്തിൽ കെട്ടിയ ബന്ധനമാകാം. ഹല്ലേലൂയ. സ്തോത്രം. ദേശത്തിൽ ഒരു വിശാല തരുവാൻ കഴിയാതെ പിശാച് നിന്നെ വിവിധ തലങ്ങളിൽ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഒതുക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് ദൈവം കെട്ടഴിച്ചു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാ. ഹല്ലേലൂയ. കെട്ടഴിയണമോ? ദൈവസന്നിധിയിൽ നീ ആരാധിക്കുന്ന വ്യക്തിയാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫാത്തിമ നഗർ വഴി വരുമ്പോൾ ആ ചാനലിൻ്റെ കരയിൽ ഒരു വീട്ടിൽ ഭയങ്കര കയ്യടി കേൾക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു, വണ്ടി ഓടിക്കുന്നു എങ്കിലും ഞാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വലിയ ആളിൻ്റെ കയ്യടിയും രണ്ട് ചെറിയ ആളിൻ്റെ കയ്യടിയുമാണ് അതിനകത്ത് കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് സഭാരാധനല്ല, ഏതോ ഒരു നല്ല അമ്മ രണ്ട് മക്കളെ പിടിച്ചിരുത്തി ആരാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥനയുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നവരൊരു ഹല്ലേലൂയ പറയാം. ഉണ്ടോ? എല്ലാവർക്കും ഇല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. കുടുംബ പ്രാർത്ഥന ഉള്ള വീട്ടിലെ പിള്ളേരെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവർ പള്ളിയിൽ വന്നാൽ ദൈവവചനം കേൾക്കുന്നതിലും ആരാധിക്കുന്നതിലും ആമേൻ സ്തോത്രം നേർമയോടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. വാത്സല്യ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ആരാധനയ്ക്കകത്ത് ഒരിക്കൽ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിന് അടയ്ക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ചുമ്മാതല്ല ഇരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവരുടെ ശരീരത്തിൽ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഈ രക്തത്തോടെ അടിച്ചു നുറുക്കിയാ കൊണ്ട് അകത്തെ തടവിലാക്കിയത്. പക്ഷേ അകത്തെ തടവിൽ കിടക്കപ്പെടുമ്പോൾ രണ്ടുപേരും അങ്ങ് പാട്ട് തുടങ്ങി. ആമേൻ സ്തോത്രം. ആമത്തിലിട്ട് ഇവരുടെ കയ്യും കാലും കെട്ടിയിരിക്കുക. പക്ഷേ കൈയടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആമേൻ സ്തോത്രം തുള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ വായ്ക്ക് ബന്ധനമില്ലായിരുന്നു. വായ് തുറന്ന് ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിലാണ് ആമേൻ സ്തോത്രം അവരുടെ ആരാധനയിൽ ഹല്ലേലൂയ ആമേൻ പുറത്തെ കാവലിൽ കിടന്ന കുറ്റവാളികൾ ശ്രദ്ധിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. വാത്സല്യ പെന്തക്കോസ്ത് വിശ്വാസിയെ, നീ വീട്ടിനകത്ത് ആരാധിക്കുമ്പോൾ ആമേൻ നിന്റെ അയൽവാസികൾ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. നീ പള്ളിക്കകത്ത് ആരാധിക്കുമ്പോൾ നിന്റെ ദേശത്തുകാർ ശ്രദ്ധിക്കും. നീ സത്യവേദപുസ്തകം ചുമന്നുകൊണ്ട് ദൈവാലയത്തിൽ കടന്നു പോകുമ്പോൾ നാട്ടുകാർ നിന്നെ വീക്ഷിക്കും. ആമേൻ സ്തോത്രം. പക്ഷേ നിന്റെ സംസാരം, നിന്റെ നോട്ടം, നിന്റെ പ്രവൃത്തി ഇതെല്ലാം വ്യക്തികൾ ശ്രദ്ധിക്കുകയാ. ആമേൻ സ്തോത്രം. ആത്മീകരെ, ഹല്ലേലൂയ സ്തോത്രം. ലോകക്കാർ എന്ത് തെറ്റ് ചെയ്താലും കുറ്റം പറയുന്നവരില്ല. പക്ഷേ ആത്മീകരാണോ, നീ ഒന്ന് വായി തുറന്നാൽ മതി, 150 കുറ്റം പറയും. ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പരിഹസിക്കുന്നവർക്കാണ്, കുറ്റം പറയുന്നവർക്കാണ്, നിന്ദിക്കുന്നവർക്കാണ്, ഒറ്റപ്പെടുത്തുന്നവർക്കാണ്, ആമേൻ സ്തോത്രം തള്ളി പറയുന്നവർക്കാണ്. ഇവരുടെ മുമ്പിൽ നീ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ദൈവം നിന്നോട് ഉണ്ട് എന്ന് ദൈവം ഒരു ദിവസം തെളിയിക്കുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ സ്തോത്രം. കാരാഗ്രഹത്തിനകത്ത് പാടി സ്തുതിപ്പാൻ ലജ്ജ കൂടാതെ ദൈവസന്നിധാനത്തിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവഭക്തന്മാർ തയ്യാറായപ്പോൾ അവരെ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ പുറത്തു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്ത് ആമേൻ സ്തോത്രം ബന്ധിക്കപ്പെട്ട ചിലരുണ്ട്. സാമ്പത്തികമായി ബന്ധിക്കപ്പെട്ടവരുണ്ട്, ശാരീരികമായി ബന്ധിക്കപ്പെട്ടവരുണ്ട്, ആമേൻ കുടുംബ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്, സ്വത്ത് സംബന്ധമായി ബന്ധിക്കപ്പെട്ടവരുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ബന്ധനത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടണമെങ്കിൽ നീ ഒന്ന് ആത്മാവിൽ ആമേൻ നല്ല മനസ്സോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ, നിന്റെ ശരീരത്തെ, നിന്റെ തലമുറകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനത്തിൻ്റെ ശക്തികൾ നീ ദേവാലയത്തിനകത്തിരുന്ന് കരം തട്ടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടേണ്ട വിടുതൽ, നിന്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ട വിടുതൽ, നിന്റെ സന്തതികളിൽ വെളിപ്പെടേണ്ട വിടുതൽ ആത്മാവിന്റെ ആരാധനയ്ക്കകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. 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 ആമേൻ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് ആരാധിക്കുന്നവർ ദൈവിക വിടുതൽ അനുഭവിപ്പാനിടയായി തീരും.
അതുകൊണ്ട് ആ ദൂതൻ വെള്ളം കലക്കുമ്പോൾ ഒന്നാമത് ചാടുന്നവർ. സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ ഒരു കാലത്തൊരു സഹോദരി ചോദിച്ചു, നിനക്ക് മാത്രം ഈ തുള്ളലെന്തെന്ന്. ആമേൻ. അന്ന് ആത്മാവിൽ ആരാധിച്ചതും പ്രാർത്ഥിച്ചതും എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട വിടുതലാക്കി ദൈവം തീർക്കുവാനിടയായി. ആമേൻ. സ്തോത്രം. പ്രമോഷൻ വേണോ? ദൈവിക വിടുതൽ വേണമോ? നിൻ്റെ സന്തതികളുടെ അനുഗ്രഹം കാണണമോ? ആമേൻ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് കയറണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഉറങ്ങി തൂങ്ങിയവരായിട്ടല്ല, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. വിടുതൽ. ആമേൻ. വിശ്വസ്തയോടെ 2 കൈ അടിച്ചാലും മതി. ഏത് വിശ്വസ്തത? ദൈവസഭയ്ക്കകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കടപ്പാടുകൾ അനുഷ്ഠിക്കുന്ന ഒരു ദൈവ പൈതൽ ആമേൻ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അവർക്ക് വരേണ്ട വിടുതൽ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്, ആമേൻ. സ്തോത്രം. കഷ്ടത, ആമേൻ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ ആത്മീക ഗോളത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം വളമാ. ഞാൻ കൂടെ പറയാറുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. ആമേൻ സ്തോത്രം. നാം എല്ലാം മുന്തിരി കൊടികളാണ് അല്ലേ? യേശു മുന്തിരി ചെടിയാ, നമ്മെ ദൈവം വച്ചിരിക്കുന്നത് കൊടിയായിട്ടാണ്. വായിക്കാം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അടുത്ത്, എന്നിൽ കായ്ക്കാത്ത. ഹല്ലേലൂയ. ഈ വള്ളി എവിടെയാ പടരേണ്ടത്? ക്രിസ്തുവിനോട് ചേർന്ന് പടരേണ്ട വള്ളികളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ വള്ളി ക്രിസ്തുവാം ആമേൻ സ്തോത്രം സഭയ്ക്കകത്ത് ദൈവമാക്കി വെച്ച സ്ഥലത്ത് പടരണം. എന്തിന്? ഫലം കായ്ക്കേണ്ടതിന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 80-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നത്, മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിന് തടമെടുത്തു, അത് ദേശത്തിൽ പടർന്നു. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ദൈവം നമ്മെ നട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാക്ഷി കേട്ട് ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഉറപ്പുള്ളവരൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ സാക്ഷ്യം കേട്ട് ഞാൻ ഒരാളെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളവർ ഒരു ഹല്ലേലൂയ പറയാം. ഒരാൾ കൈ ഉയർത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് പാടും, മുത്തുക്കളാൽ നിറൈந்த വീടതിൽ പോയിരുപ്പേൻ. എൻ്റെ അപ്പം ഉയരോടെ കിടക്കുമ്പോൾ ഈ പാട്ട് പാടുമായിരുന്നു. വീടതിൽ പോയിരുപ്പോം, വീടതിൽ പോയിരുപ്പോം. മുത്തുകൊണ്ട് അലങ്കരിക്കപ്പെട്ട വീട് അവിടെ കിട്ടുന്നത്. ഇവിടെ മുത്ത് കെട്ടി തൂക്കിയാൽ അവിടെ കിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ മുത്തുകൊണ്ട് നിറയപ്പെട്ട വീട്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ആമേൻ 12 വിധമായ വജ്രക്കല്ലുകളുടെ പേരവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആമേൻ ഈ ടൈൽസൊക്കെ വാങ്ങാൻ പെടുന്ന പാട് പൈസ ഇല്ലാതെ, പക്ഷേ യേശുവിന് വേണ്ടി വിശുദ്ധിയോടും നിർമ്മലതയോടും ഉത്തമത്തോടും ദൈവം നമുക്ക് തരുന്നതിൽ ഒരു പങ്ക് ദൈവനാമത്തിന് കൊടുത്ത് ആരാധിക്കുമ്പോൾ ആ വിലപ്പെട്ട മുത്ത് അവിടെ നമുക്ക് ദൈവം അതിനെ കൊണ്ട് ചെയ്ത ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. പിന്നെ ആത്മാക്കളെ നേടിയാൽ നമ്മുടെ കിരീടത്തിൽ ഒരു മുത്ത്, ഒരാത്മാവിന് ഒരു മുത്ത്. അപ്പോൾ 50 ആത്മാക്കളെ നേടി ഉപദേശിക്കുക എങ്ങനെ കിട്ടും അല്ലേ? ഓ സ്തോത്രം. ഹല്ലേലൂയ. ഇത് കേട്ടിട്ടും ഒരു മുഖത്തിലും ഒരു മൂഞ്ചിയിലും ഒരു വെട്ടമില്ലല്ലോ. ഹല്ലേലൂയ. 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 അപ്പോൾ ആത്മാക്കളെ ആമേൻ സ്തോത്രം നേടുന്നവർ അവനവൻ ഭൂമിയിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ എത്തേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് പ്രതിഫലം വാങ്ങി സന്തോഷിക്കണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കപ്പെടുമ്പോൾ നാം ദൈവസന്നിധാനത്തിൽ വിശ്വസ്തരാകണം. ഹല്ലേലൂയ.
ആർക്കെങ്കിലും വിരോധമായി ഒരു കുണ്ടണി പറഞ്ഞാൽ അതും ജ്ഞാപക പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും, ഓർമ്മയുടെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനെന്നാ യേശു കർത്താവ് പഠിപ്പിച്ചത്. സ്തോത്രം. അപ്പോൾ പല പേരിട്ട് വിളിക്കുമല്ലോ ഇതൊക്കെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം കണക്ക് ചോദിക്കാതെ വിടുവോ? മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യൻ. അപ്പോൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ഉപദേശിയെ കള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ദൈവം കൊടുക്കാതിരിക്കൂ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിൻ്റെ ന്യായവിധി ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, നടത്തിയവരെ വളർത്തിയവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ ചില പിള്ളേർ അപ്പനെ അമ്മയും നിസ്സാരമായി കരയിപ്പിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നാം വളർത്തിയ മക്കൾ എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞ് പറഞ്ഞാൽ ആമേൻ അപ്പോഴും മിണ്ടിയില്ലെങ്കിലും അപ്പൻ്റെ അമ്മയുടെ ഹൃദയത്തിനകത്ത് ഒന്ന് വേദനിച്ചാൽ മതി. ആമേൻ. അത് ദൈവം ചോദിക്കാതെ വിടില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരിക്കൽ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാൻ വന്നു. ആ സമയത്ത് ദൈവാത്മ പറഞ്ഞത്, ഇവൻ്റെ അപ്പനും അമ്മയും ചെയ്തതിൻ്റെ ആമേൻ സ്തോത്രം ദോഷമാ ഇന്ന് ഇവൻ്റെ തലമുറയിലൂടെ അവനും അവളും അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രവൃത്തി ചെയ്തോ അതിൻ്റെ പ്രവൃത്തിയുടെ വിടുതലുണ്ട്. ഞങ്ങളുടെ നാറാണിയിൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു കൊച്ച്, അവൻ്റെ അപ്പച്ചൻ വിറ്റ വസ്തുവാണ് സഭയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ അമ്മ, ഇവനൊക്കെ അന്ന് ഇതുപോലെ ഈ കൊച്ചുമക്കളെ പോലെ ചെറുതായിരുന്നു. ആ സമയത്ത് അപ്പനില്ല. അവൻ്റെ പാവം കരുതിയിട്ട് അവൻ ഈ ചർച്ചിലാണ് വരുന്നത്. അതുകൊണ്ട് സഭക്കാർ പള്ളിയുടെ സ്ഥലത്തിൽ നിന്ന് 1/2 സെൻറ്റ് സ്ഥലം കൊടുത്തു ഇവനൊരു വീട് വയ്ക്കാൻ. ഒരു കൊച്ചു വീട് വെച്ച് അവിടെ അത് കിടന്നു. സ്തോത്രം. അപ്പോൾ ഇവൻ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ പഠിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു വർക്ക്ഷോപ്പിൽ അവൻ്റെ അമ്മ കൊണ്ടുവിട്ടു. അവിടെ ചെന്ന് ഇവൻ ജോലിയൊക്കെ പഠിച്ച് സ്തോത്രം ഒരിക്കൽ ഒരു സ്വന്തമായിട്ട് കൂലിക്ക് നിന്നത് മാറി ആ ഓണർ തന്നെ സ്വന്തമായിട്ട് പണിയെടുക്കാനായിട്ട് ഒരു കടയെടുക്കാൻ പറഞ്ഞു. അയാളുടെ പ്രയത്നത്തിൽ ഈ കുട്ടി ഒരു കട തുടങ്ങി. അപ്പോൾ അപ്പോഴപ്പോഴായിട്ട് വെള്ളം കൊണ്ടുവരും എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ, കടയിൽ തളിക്കാൻ. അപ്പോൾ ഒരു ദിവസം ദൈവാത്മ പറഞ്ഞു, നിനക്ക് ദൈവം സ്വന്തമായിട്ട് സ്ഥലം തരും, 2 കോൺക്രീറ്റ് ചെയ്ത വീട് ദൈവം നിനക്ക് തരും. കുടിശ്ശയിലാണ് കിടക്കുന്നത് ആള്. 2 കോൺക്രീറ്റ് ചെയ്ത വീട് തരും. ഇവങ്ങനെ കരയുക. സ്തോത്രം. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആമേൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട്. ആമേൻ സ്തോത്രം. എൻ്റെ വീട് കഴിഞ്ഞ് അടുത്തൊരു വീട്, അപ്പുറത്തെ വീട്. ആമേൻ. അവിടെ സ്ഥലം വാങ്ങി നല്ലൊരു ടെറസ് വീട് വെച്ചു. ലോണാണെങ്കിലും അതേ അതിശയിക്കത്തക്ക നിലയിൽ ദൈവം അവനെ മാനിച്ചു. എന്തെന്നറിയാമോ? പഠിപ്പറിവില്ലാത്തവൻ ഇവിടെ വർക്ക്ഷോപ്പിനകത്ത് കിട്ടുന്നതിൽ അധികം അവൻ ദശാംശം വയ്ക്കും. സഭയിൽ എന്ത് കാര്യം പറഞ്ഞാലും ഒന്നാമത് പണക്കാർ പള്ളിക്കകത്ത് ഉണ്ടായിട്ടും ഒരു പിരിവെഴുതിയാൽ ഒന്നാമത്തെ ലിസ്റ്റ് അവനായിരിക്കും എഴുതുന്നത്. എല്ലാവരും 500, 1000 എഴുതുമ്പോൾ ഇവൻ 2000 ആയിരിക്കും. സ്തോത്രം. സത്യം പറഞ്ഞാൽ അവൻ്റെ ജീവിതശൈലി ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ ആ കൊച്ച് സഭയ്ക്ക് വേണ്ടി ഏതൊരു കാര്യത്തിലും ഒന്നാമത് നിൽക്കും. ആമേൻ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അവനെ മാനിച്ചു. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് നിന്ന് അവന് വിവാഹമായി. അവിടെ അടകുടിയിൽ ഒരു വീട്ടിൽ അവിടുത്തെ അപ്പനും അമ്മയും കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ഫാമിലി. പക്ഷേ ഇവൻ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുമ്പ് ആ സ്ഥലം ഗവൺമെൻറ് സീൽ ചെയ്ത് ഇവന് പത്രമായി ലഭിക്കാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അവിടെ ഒരു വീട് വെച്ചു, അവിടെ ഒരു ടെറസ് വീട് വെച്ചു. ഇന്ന് അവർ അടച്ചിട്ടിരിക്കുക. അപ്പനും അമ്മയും വല്ലപ്പോഴും അവിടെ കാണുമില്ലെങ്കിൽ ഇവിടെയാണ് ഉള്ളത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഇതുവരെ പോയി നോക്കാൻ പറ്റില്ല. ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മകൻ പറഞ്ഞത്, ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ആമൻ ടാറസ് ലോറിയുടെ ഇവൻ്റെ തലയുടെ അടുത്ത് വന്നിങ്ങനെ ചേർന്ന് നിന്ന് ടാറസ് ലോറിയുടെ വീല്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അല്പം
കൂടെ നീങ്ങിയെങ്കിൽ ആ കൊച്ചിൻ്റെ തല തീരുമായിരുന്നു. ആമേൻ, സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, കണ്ണിന് വരുന്നത് ആമേൻ പിരിയത്താക്കി മാറ്റി ദൈവം സൂക്ഷിക്കുന്നവന്. ചെറിയൊരു സ്ക്രാച്ച് കൈക്ക് എനിക്കിനി പോയിട്ട് വേണം രാത്രി ചെന്ന് കാണാൻ. ഹല്ലേലൂയ. വാത്സല്യ ദൈവമക്കളെ, മരണാസന്നതയിൽ നിന്ന് ദൈവം വിടിവിക്കുന്നവന്, ദൈവസഭയ്ക്കകത്ത് ദൈവഭക്തന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നവന്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നുണ്ട്, ദൈവനാമത്തിന് വേണ്ടി ആമേൻ സ്തോത്രം നീ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവനാമത്തിൽ വിശ്വസ്ത കാണിക്കുവാൻ തയ്യാറാകുമ്പോൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവം അവനെ വിടുവിപ്പാൻ ശക്തനാ. അങ്ങനെ ഉള്ളവർ പറയൂ, മരണഭാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു, അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ വിടുവിക്കണമേ എന്ന് യഹോവയുടെ നാമം ചൊല്ലി വിളിച്ചപേക്ഷിപ്പോൾ അവിടെ നിന്ന് ദൈവം വിടുവിച്ചത് എന്തുകൊണ്ട്? ആമേൻ സ്തോത്രം. ദൈവ സന്നിധാനത്തിൽ ദാവീദ് വിശ്വസ്തനായി നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവ സന്നിധാനത്തിൽ ഉത്തമനായി നിന്ന ദാവീദ് ആമേൻ പറയുന്നുണ്ട്, അഗാധ പ്രവാഹങ്ങളുടെ നടുവിൽ, മരണഭാസങ്ങളുടെ നടുവിൽ നിന്ന് ദാവീദിനെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ സ്തോത്രം, ആമേൻ, മധ്യവയസ്സിങ്കൽ നിന്ന് എന്നെ എടുത്തു കളയരുത്. കാരണം ഒരുപാട് ബദ്ധപ്പാടുകളും വേദനകളും മരണകരമായ പ്രതിസന്ധികൾ വന്നപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, മധ്യവയസ്സിങ്കൽ എന്ന് പറഞ്ഞാൽ നടുപ്രായത്തിൽ എന്നെ എടുക്കല്ലേ എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവം വിടുവിപ്പാൻ ശക്തനാ. ദൈവം വിടുവിക്കണമെങ്കിൽ ദൈവം നമ്മെ നോക്കും കേട്ടോ. ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. എലീശയുടെ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആ സഹോദരിയോട് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ദേശത്തിൽ ക്ഷാമം വരുവാൻ പോകുന്നു, നീയും നിന്റെ കുടുംബവും 7 വർഷം ഫെലിസ്ത്യ ദേശത്ത് ചെന്ന് പാർക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കനുസരിച്ച് ആ സഹോദരി തൻ്റെ കുടുംബത്തോടെ ആ ദേശം വിട്ടുപോയി. ഹല്ലേലൂയ. മരിച്ചുപോയ മകനെ ജീവിപ്പിച്ചു കൊടുത്ത അമ്മയാണ് ഈ അമ്മ. ആമേൻ സ്തോത്രം. അങ്ങനെ അവർ ചെന്ന് അവിടെ 7 വർഷം ഫെലിസ്ത്യ ദേശത്ത് പാർക്കുക. 7 വർഷം കഴിഞ്ഞിട്ട് ഈ അമ്മ തൻ്റെ കുടുംബത്തോടെ തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് തൻ്റെ വീടും സ്വത്തും മറ്റാരോ കൈകടത്തി. ഹല്ലേലൂയ. അവളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ആ സഹോദരി ദുഃഖത്തോടുകൂടെ രാജാവിനോട് ഈ കാര്യം പറയുമ്പോൾ ആമേൻ സ്തോത്രം, വേലക്കാരൻ ഹല്ലേലൂയ സ്തോത്രം ഈ സഹോദരിയെക്കുറിച്ച്, മരിച്ച കുഞ്ഞിനെ ജീവിപ്പിച്ചു കൊടുത്ത സാക്ഷിയെ അവിടെ വിവരിച്ചു പറയുമ്പോൾ ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ നല്ല കീർത്തി കേട്ടപ്പോൾ ആമേൻ ആ സഹോദരിയുടെ നഷ്ടപ്പെട്ട വീടും സ്വത്തും സമ്പത്തും ആമേൻ 7 വർഷത്തെ കൃഷിഫലവും അവൾക്ക് മടക്കി ലഭിക്കാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി 2 കാര്യം അതിനകത്ത് പറയുവാനുണ്ട്. ഒന്ന്, ദൈവഭക്തന്മാരെ അനുസരിച്ചവൾ ആമേൻ സ്തോത്രം അവളുടെ നഷ്ടം ലാഭമായി മാറുവാനിടയായി. ഹല്ലേലൂയ. 2, ആമേൻ സ്തോത്രം ദൈവ സന്നിധാനത്തിൽ അവൾ വിശ്വസ്തത പരിപാലിക്കുവാൻ തുടങ്ങിയപ്പോൾ അവളുടെ നഷ്ടത്തെ ദൈവം മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും നഷ്ടമാക്കിയ കാലം ഞാൻ നിനക്ക് മടക്കി തരൂ. അതെങ്ങനെയാ തരുന്നത്? ദൈവ സന്നിധാനത്തിൽ വിശ്വസ്തരാക, അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാക്ക കണ്ണുരുട്ടി തിറക്കുന്നതിന് മുമ്പ് എന്ത് കോടി ഇരുന്നാലും എന്ത് ചെയ്യും? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. എക്കോ അടിക്കുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ? എങ്കിലും നിങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആമേൻ സ്തോത്രം ഈ സൗണ്ടില്ലാത്ത സിനിമ കണ്ടതുപോലെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധാനത്തിൽ വിശ്വസ്തരാണോ, നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. പച്ച പുഴു തിന്നത്, വിട്ടിൽ നറുക്കി തീർത്തത്, ഹല്ലേലൂയ, തുള്ളൻ കൊണ്ടുപോയത്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം തിരിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം നഷ്ടത്തെ ചൊല്ലി പിറുപിറുക്കുകയല്ല, നഷ്ടത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ.
കഷ്ടതയിലും പാടുവാൻ, നഷ്ടബാധിൽ കൊണ്ടാടുവാൻ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടബാധിൽ കൊണ്ടാടുവാൻ, ശക്തിയാരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണൻ ആക്കുകേ, ശക്തിയാരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. ഹല്ലേലൂയ. കഷ്ടതയിൽ പാടണം. പൗലോസ് പറയുന്നുണ്ട്, സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ. അല്ലേ? സന്തോഷം വരുമ്പോഴല്ലേ നമുക്ക് പാട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദുഃഖത്തിൽ ആരാ പാടുന്നത്? സ്തോത്രം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴാണ് ഒരുപാട് പാട്ട് വരുന്നത്. ആമേൻ. സ്തോത്രം. സന്തോഷത്തിലും പാടും, ദുഃഖത്തിലും പാടും. ഹല്ലേലൂയ. എപ്പോഴും. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ചിന്തിച്ച് നോക്കി നിങ്ങൾ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഓക്സിജൻ കിട്ടാതെ ഒരുപാട് പേര് ചത്തുപോയി. ആമേൻ. സ്തോത്രം. മണിക്കൂറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കെട്ടിവെച്ചവരുണ്ട്. ആളുമില്ല, കെട്ടിയ പണവുമില്ല, ഓക്സിജനും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം, ആമേൻ, എല്ലാ ദിവസവും വേണ്ടുന്ന ഓക്സിജൻ തന്ന് സൗജന്യമായി നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ 10 രൂപയും കൊളുത്തിക്കൊണ്ടുവരും ചോത്ര കാഴ്ചയിലിടാൻ. ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരി എന്നോട് പറയുകയാണ്, പള്ളിയിൽ അങ്ങോട്ട് പോകുമ്പോൾ 100 രൂപ ആട്ടോയ്ക്ക്. ഞാൻ പറഞ്ഞു വന്നല്ലേ? ഇല്ല. സ്തോത്രം. അങ്ങോട്ട് പോകുമ്പോൾ 100 രൂപ ആട്ടോയ്ക്ക്, ഇങ്ങോട്ട് വരുമ്പോൾ ആട്ടോയ്ക്ക് 100 രൂപ, പള്ളിയിൽ 10 രൂപ കാണിക്കിടണം. പിന്നെ എന്നത്തേക്ക് പോകണം സഭയിൽ? ആൺലൈനിൽ നല്ല പ്രസംഗം വരുതെന്ന്. ഹല്ലേലൂയ. ആൺലൈനിൽ നല്ല പ്രസംഗം വരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ തിരമാല പോലെ പൊങ്ങിയടിക്കുന്ന ആമേൻ സ്തോത്രം സുവിശേഷ വേലയ്ക്കകത്ത് ഇന്ന് പല രീതിയിലുള്ള മ്ലേച്ഛകരമായ അനുഭവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും ആമേൻ വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വേണ്ടാത്ത ഉപദേശങ്ങൾ കേട്ട് വഴിതെറ്റി പോകരുത്. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ആമേൻ സ്തോത്രം, പള്ളിയിൽ വന്ന് തല മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും, പക്ഷേ ദൈവനാമത്തിന് കൊടുക്കുമോ? ആമേൻ സ്തോത്രം. അവിടെ ഫോർവേഡ്, ഇവിടെ ഫോർവേഡ്, അങ്ങനെ ഇവരുടെ നന്മകളെല്ലാം ഫോർവേഡ് പോകും. ഹല്ലേലൂയ. ആമേൻ. സഭയിലെ ഉപദേശി ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ട് കിടക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള സഭകളെ എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നീ ദൈവസഭയ്ക്കകത്ത് കൂറുള്ള വ്യക്തിയായി, സാക്ഷ്യമുള്ള വ്യക്തിയായി, ഭക്തന്മാരെ അനുസരിക്കുന്ന വ്യക്തിയായി. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് സഭയിലെ പുരോഹിതനെ അനുസരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നന്മ വീൺചെലവാകാതിരിക്കണമെങ്കിൽ ദൈവം തരുന്ന എല്ലാറ്റിലും ദശാംശം കൊടുക്കണം. ഇന്നലത്തെ വിഷയം വീണ്ടും പറയുന്നു. ഹല്ലേലൂയ. ദൈവം തരുന്ന എല്ലാറ്റിലും ദശാംശം കൊടുക്കണം. ലേവ്യ പുസ്തകം 1 വായിച്ചാട്ടെ. 27-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എടുത്ത സബ്ജക്റ്റ് വിട്ടു പോകുകയാണ്, എനിക്ക് നന്നാ അറിയാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദേശത്തിലെ നിലത്തിൻ വിത്തിലും വൃക്ഷത്തിൻ ഫലത്തിലും യഹോവയ്ക്ക് നിന്റെ സകല ദശാംശം കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് കാര്യമുണ്ട്. കൊടുത്ത് സന്തോഷം അനുഭവിച്ചവളാണ്, വിടുതൽ അനുഭവിച്ചവളാണ് ഞാൻ. ആമേൻ സ്തോത്രം. പക്ഷേ ദൈവനാമത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ കുറ്റം പറഞ്ഞവരൊക്കെ ഈയിടെയായിട്ട് തെങ്ങമ്പൂരോടുള്ളൊരു സഹോദരിയാണ്. സ്തോത്രം. ഞാൻ ഈ കുരുത്ത തേങ്ങ ഉണ്ടല്ലോ, ഇതിനകത്തൊരു സാധനം ഉണ്ടല്ലോ, കുരുത്ത തേങ്ങ, അതിൻ്റെ പേരെന്താ? പൊങ്ക്. ഈ സാധനം എൻ്റെ മരുമകൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ ഫോൺ ചെയ്ത് ചോദിച്ചു. അവിടെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറയുന്നത്, അയ്യോ തെങ്ങൊന്നുമില്ല, ഞങ്ങൾ വെട്ടിമുറിച്ചു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? സ്തോത്രം. നല്ലത് ചന്തയിൽ പോകും, ഇങ്ങനെയുള്ള കൂനിയത് 3 അല്ലെങ്കിൽ 4, ഏറിയാൽ 5, അതിനപ്പുറത്ത് ഒരു തേങ്ങ ബലിപീഠത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ.
ഇവിടെ ഞായറാഴ്ച എങ്ങനെയാണെന്ന് അറിയില്ല, ബലിപീഠമൊക്കെ നന്ന സൂപ്പറായി കിടക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ വരുമ്പോൾ വെറും കൈയോടെ വരരുത്. നിങ്ങളുടെ കയ്യിൽ നിലത്തിൽ വിത്തിലും വൃക്ഷത്തിലെ ഫലത്തിലും ആമേൻ സ്തോത്രം 10 കിലോ അരി വാങ്ങുമ്പോൾ 1 കിലോ അരി, 1 കിലോ പരിപ്പ് വാങ്ങുമ്പോൾ 100 ഗ്രാം പരിപ്പ്, 1 കിലോ പഞ്ചസാര വാങ്ങുമ്പോൾ 100 ഗ്രാം പഞ്ചസാര, 1 കവർ ഉപ്പ് വാങ്ങുമ്പോൾ അതിൽ 10-1. എങ്ങനെ സിസ്റ്ററെ അളക്കും? അല്ലല്ലോ, നീ ഏത് അളവിൽ അളക്കുമോ അതിൻ്റെ അളവ് നിനക്ക് അളന്ന് കിട്ടും. അങ്ങനെ എങ്ങനെ കൊടുക്കണമെന്ന് തോന്നുമോ അങ്ങനെ കൊടുക്കണം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വാത്സല്യ ദൈവ പൈതലേ, ആമേൻ സ്തോത്രം, ശോധന എന്തൊക്കെ വരട്ടെ, പ്രതിസന്ധികൾ എന്തൊക്കെ വരട്ടെ, പക്ഷെ ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവജനത്തെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ അവൻ സമ്പന്നനാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദീർഘായുസ്സ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആരെ? ദൈവസന്നിധാനത്തിൽ വിശ്വസ്തത പരിപാലിക്കുന്ന ദൈവജനത്തെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. ആമേൻ, വാത്സല്യ ദൈവ പൈതലേ, ദൈവനാമത്തിൽ നീ ഏത് അളവിനാളാക്കുമോ ആ അളവിൽ ദൈവം നിന്നെ കളന്നു തരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ മടങ്ങി വരാം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, ആമേൻ, സ്തോത്രം, ഏതോ, ആമേൻ, സ്തോത്രം, ആമേൻ, ഒന്ന് വായിച്ചാട്ടെ. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചു എന്ന് ഓർത്ത് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ചിലരൊക്കെ അതിശയിച്ചു പോകില്ല, മുറുമുറുക്കും. ആമേൻ, ഞാൻ പള്ളിയിൽ പോകുന്നു, കാണിക്ക കൊടുക്കുന്നു, ദശാംശം പാസ്റ്റർ കയ്യിൽ കൊണ്ടു കൊടുക്കും. ആമേൻ, സ്തോത്രം. സഭയിൽ എന്താവശ്യം വന്നാലും ചെയ്യും. എൻ്റെ മോൻ ദശാംശം അയച്ചു കൊടുക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശോധന? ആമേൻ, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയേണ്ടതിന് ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മെ താഴ്ത്തി പരീക്ഷിക്കും. വേദപുസ്തകം പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയേണ്ടതിന് അവൻ 40 സംവത്സരം താഴ്ത്തി പരീക്ഷിച്ചു. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾ താഴ്ത്തുമ്പോഴാ ഇസ്രായേൽ ജനം മുറുമുറുക്കുവാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. പക്ഷെ പലരും മുറുമുറുത്ത് പട്ടുപോയപ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവസന്നിധാനത്തിൽ വിശ്വസ്തത ബലിയാച്ച ദൈവഭക്തന്മാർ അക്കരദേശത്തെത്തി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഒരിക്കൽ മോശ കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തത് കൊണ്ട് സ്വന്തം സഹോദരി പിറുപിറുത്തു. ഹല്ലേലൂയ, ആമേൻ. മോശയുടെ സഹോദരി എന്ന് ദൈവം നോക്കിയില്ല. അവൾ 7 ദിവസം പാളയത്തിന് പുറത്ത് കിടക്കേണ്ടി വന്നു. എന്താ സംഭവിച്ച്? കുഷ്ഠരോഗിണിയായി. ഹല്ലേലൂയ. അപ്പോ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരെ, ആമേൻ, സ്തോത്രം, മുറുമുറുക്കുന്ന കുറ്റം പറയുന്ന വ്യക്തികൾക്ക് പനിഷ്മെന്റ് ഉണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സ്വന്തം സഹോദരിയാകുന്ന മോശയുടെ സഹോദരി മിരിയാം മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ കുഷ്ഠരോഗം അവളെ പിടിപെട്ടു എങ്കിൽ മോശ കിടന്ന് കരയുക, കർത്താവേ, അവളെൻ്റെ സഹോദരിയാ, അവളെൻ്റെ രക്തമാ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവള്, ആമേൻ, ചാവ് പിള്ളയെ പെറ്റവളെ പോലെ ആയല്ലോ എന്നോർക്കുമ്പോൾ, ആമേൻ, കുറ്റം ചെയ്തവന് ശിക്ഷ കൊടുക്കേണ്ടതല്ലയോ? 7 ദിവസം അവളെ പാളയത്തിൻ്റെ പുറത്തിട്ട്, ആമേൻ, സ്തോത്രം, 7 ദിവസം കഴിയുമ്പോൾ അകത്തോട്ടെടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പനിഷ്മെന്റ് കൊടുക്കുന്നവന്, ആമേൻ, താഴ്ത്തി പരീക്ഷിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന കരയുന്ന വിശ്വസ്തതയുള്ള ദൈവജനത്തിന് വിരോധമായി അപമാനം പറയുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് കണക്ക് ചോദിക്കുന്നവന്, ആമേൻ, ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ദൈവജനത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ നീ കണ്ണുകൊണ്ട് കാണാതെ അവമാനിക്കുന്നു എങ്കിൽ, ആമേൻ, സ്തോത്രം, അതിൻ്റെ പ്രതിഫലം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണാതെ മറ്റുള്ളവരെ നിന്ദിക്കരുത്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വേദന ഉണ്ടാക്കും വഴി എന്നിടത്തിൽ ഉണ്ടോ എന്ന് പാർത്ത് നിത്യமான വഴിയിൽ എന്നെ നടത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവ സന്നിധാനത്തിൽ വിശ്വസ്ത പരിപാലിക്കുന്ന, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന തൻ്റെ ജനത്തെ പരിപാലിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം, എന്തോ, ആമേൻ, വരുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ ഏതോ പുതുമയെന്ന് പറഞ്ഞ്, ആമേൻ, നാം ക്ഷീണിച്ച് മടുത്തു പോകരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? കഷ്ടപ്പാടുകൾ, വേദനകൾ കടന്നു വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 7-8 വാക്യത്തിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ,
ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ അത്രേ ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഹല്ലേലൂയ. ആത്മീക ദൈവമക്കൾക്ക് എന്ത് വേണം? ഈ അത്യന്ത ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ കൊച്ചു മക്കളൊക്കെ പിടിച്ചിരുത്തി സ്പെഷ്യൽ മീറ്റിംഗ് സമയത്ത് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർ പെണ്ണ് കെട്ടിയതിന് ശേഷം പിന്നെ അഭിഷേകത്തിന് നോക്കിയാൽ കിട്ടില്ല. ഹല്ലേലൂയ. ഈ പ്രായത്തിൽ അഭിഷേകത്തിൻ്റെ നിറവ് ഉണ്ടെങ്കിൽ വരുവാൻ പോകുന്ന കാലഘട്ടത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് പെന്തക്കോസ് അനുഭവം എന്ന് പറയുമ്പോൾ അതൊരു പെന്തക്കോസ് അനുഭവമായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് അവിയൽ പരുവത്തിൽ ഇങ്ങനെ സഭകൾ ഓടിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇനി വരുവാൻ പോകുന്ന കാലഘട്ടത്തിൽ ദൈവസന്നിധാനത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ അത്യന്ത ശക്തിയുടെ ബലം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തലമുറകൾക്ക് ഇന്ന് കൺഫ്യൂഷനാണ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നറിയില്ല. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി എന്തിന്? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പക്കത്തിൽ നെരുക്കപ്പെട്ടും ഒടുങ്ങിപ്പോവതില്ല. ഈ ഹല്ലേലൂയ. ആമേൻ. ഒടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, ആമേൻ, നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവസന്നിധാനം വിട്ട് അന്യപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ അത്യന്ത ശക്തി നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി വിശ്വസ്തോടെ ജീവിപ്പാൻ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. കഷ്ടപ്പാട് തോൽവിക്കല്ല, കഷ്ടപ്പാട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ, ആമേൻ, വരുവാനുള്ള കാലഘട്ടത്തിൽ നിത്യ തേജസ്സോടെ നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്നെ പുടമിട്ട്, ആമേൻ, സ്തോത്രം, വഴി നടത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോഴപ്പോഴാ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്, വണ്ടിയെ ഒന്ന് ലൂസായ നെട്ടും ബോൾട്ടും മുടുക്കി, ആമേൻ, സ്തോത്രം, ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി കൊണ്ടുവരാൻ. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഉപവാസവും പ്രാർത്ഥനയും, ആമേൻ, സ്തോത്രം, നമ്മെ ഒന്ന് ഒരുക്കുവാൻ വേണ്ടിയിട്ട്. രണ്ട് ശോധന വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ശരിക്കൊന്ന് രുചിച്ചറിയുവാൻ വേണ്ടി ദൈവം ചില വഴികളിലൂടെ നമ്മെ നടത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം, ക്ഷീണിച്ച് മടുത്തു പോകേണ്ടവരല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ, ആമേൻ, സ്തോത്രം, ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇയ്യോബ് പറഞ്ഞു, കഷ്ടപ്പാടുകളുടെ നടുവിൽ, ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. എത്ര പേർ പറയും? സ്തോത്രം, ലോണ് കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തിനായി തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആരും എനിക്ക് സ്വത്ത് തന്നില്ലെങ്കിലും ദൈവത്തിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. 1.5 ഏക്കർ സ്വത്ത് തരാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും, ആമേൻ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇന്ന് ഏക്കറുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തൊക്കെ നഷ്ടമായാലും, ആമേൻ, സ്തോത്രം, എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മെ ഒതുക്കിയാലും, ഹല്ലേലൂയ, എന്തൊക്കെ അവമാനം പറഞ്ഞാലും, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, കഷ്ടതയിലൂടെ കടക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ചില ഞെരുക്കത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. എങ്ങനെ മുന്നോട്ട് പോകേണ്ടു എന്നറിയാതെ, പുറത്തു പറയുവാൻ കഴിയാതെ, ആമേൻ, സാമ്പത്തിക വഴികളിൽ ഞരങ്ങുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. വിളിച്ചവൻ വിശ്വസ്തന. ഇന്ന് രാത്രിയിൽ കരയുന്ന വാത്സല്യ ദൈവ പൈതലേ, ആമേൻ, സ്തോത്രം, ഇടതുവശം വലതുവശം തിരിഞ്ഞു നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ വിതുമ്പുന്ന നിന്റെ ജീവിതത്തിൽ വിളിച്ചവൻ വിശ്വസ്തന. അന്ത്യം വരെ നടത്തുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, സ്തോത്രം. ഒരിക്കൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ആത്മീക ദൈവമക്കൾ ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ വരം നൽകിയിരിക്കുന്നു. വരം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടം അനുഭവിക്കാൻ, സഹിച്ച് നിൽപ്പാൻ, പിടിച്ചു നിൽപ്പാൻ പ്രത്യേക ഒരു വരം ആവശ്യമാണ്. ഹല്ലേലൂയ. അത് പ്രാപിച്ചവർക്കായി സ്തോത്രം. സ്തോത്രം. ചിലരുണ്ടല്ലോ,
ഈ കഷ്ടത വന്നതും പിന്മാറി ഓടിക്കളയും. കാരണം ആ അണ്ണി പറയും, വാക്ക നമുക്ക് എന്താ മാർത്താണ്ഡം വരെ പോനാ 2 പൂമാല വാങ്ങിച്ചിട്ടാൽ മതി, തീരും കാര്യം അല്ലേ അല്ലേ. അപ്പോൾ വെള്ള സാരിയൊക്കെ കൊടുത്ത് പള്ളിയിൽ വരുമ്പോൾ എന്ത് ഭൗതികതയെന്നറിയാമോ? ആമേൻ. ബൈബിളൊക്കെ നെഞ്ചോടെ ചേർത്ത് വെച്ച് വരുന്നത് കാണുമ്പോൾ ഇതുപോലെ ഒരു ഭക്തിയുള്ള ആൾ വേറെ ഇല്ലെന്ന് തോന്നും. പക്ഷേ റബേക്ക അപ്പുറത്ത് നിന്ന് പറയുകയാണ്, മാർത്താമണ്ഡം വരെ പോവാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഇവൾ കുണുകുണാ പോവും. അവിടെ 101 രൂപ കൊണ്ടുവയ്ക്കണം പടിയിൽ, അതിനും കൊടുക്കാൻ മടിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിക്കകത്ത് വന്നാൽ 10 രൂപയ്ക്കപ്പുറത്ത് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാ ഉയർച്ച തന്നത്. ഒരുവനെ ഉയർത്തുകയും മറ്റവനെ താഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും ആ ദൂത ദൈവാത്മാ തരുന്നത്, ദൈവം നിനക്ക് തരുന്ന എല്ലാറ്റിലും ദശാംശം കൊടുത്ത് ശീലിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നീ പ്രായം ചെന്ന് വയ്യ എന്ന് പോകുന്ന സമയത്ത് നിന്നെ ആരെങ്കിലും ആദരവോടെ നോക്കണമെങ്കിൽ ദൈവം തരുന്ന എല്ലാറ്റിലും നീ ദൈവത്തിന് കൊടുത്തു നോക്ക്. നിന്റെ അവസാന നിമിഷം വരെയും സ്വർഗം നിന്നെ കരങ്ങളിലെടുത്ത് മാനിപ്പാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ വിശ്വാസം വയ്പ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും. പിന്നെ ഒരു കാര്യം പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വായിച്ച കുറിവാക്യത്തിൻ്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചാട്ട്. ആർക്ക് വേണ്ടിയാണ് കഷ്ടം സഹിക്കേണ്ടത്? അതൊന്ന് വായിക്കാം. സ്തോത്രം. 16-ാം വാക്യം. ആ 15-ാം വാക്യം കൂടെ വായിക്കാം. കൊലപാതകനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല, പരകാര്യത്തിന് ഇടപെടുന്നവനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പിന്നെ എന്തിനാ കഷ്ടം സഹിക്കേണ്ടത്? ക്രിസ്ത്യാനിയായിട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി. സ്തോത്രം. ഇപ്പൊ ഇവിടെ 2 പേര് തോക്കും കൊണ്ട് വെടിവെക്കാൻ വന്ന എത്ര പേര് ഇവിടെ ഇരിക്കും? പാസ്റ്റർ ഇവിടെ ഇരിക്കും. കാരണം ആരിട്ട് ഇറങ്ങിയിട്ട് പോയാലും ഇവിടെ സാധനങ്ങൾ കിടക്കല്ലേ, ഓടാൻ പറ്റില്ല. കാരണം സഭ ആരുടെ എന്ന് കേട്ടാൽ ഉടമസ്ഥൻ നിന്നല്ലേ പറ്റൂ. അപ്രാണി വിശ്വാസി അഴിച്ചു ഓടും. പക്ഷേ പാസ്റ്ററിന് ഓടാൻ പറ്റണില്ല, പാസ്റ്റർ ഭാര്യയ്ക്കും ഓടാൻ പറ്റില്ല. കാരണം ഭർത്താവ് ഇവിടെ നിൽക്കുന്നത്. നിന്നാൽ 2 എണ്ണം ഇവിടെ നിൽക്കും, ബാക്കിയെല്ലാം എന്ത് ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചു, സ്തോത്രം, ഇടറാൻ പോകുന്നുണ്ട്, ഇടർച്ച വരാൻ പോകുന്നു. അപ്പോഴാ പത്രോസ് പറഞ്ഞു, ആരൊക്കെ ഇടറിപ്പോയാലും ഞാൻ ഇടറിപ്പോകില്ല, നിന്നെ വിട്ട് പോകേയില്ല. ഉന്നാണ് അപ്പനാണ് എന്നൊക്കെ ഇട്ട് കാണും. ഹല്ലേലൂയ. അപ്പോഴേ കർത്താവ് പറഞ്ഞു, പത്രോസേ, കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ ദൈവത്തിൻ്റെ സ്നേഹം നോക്കണേ. അവനോടുള്ള വിരോധം കണ്ട് പറഞ്ഞതല്ല. ആ പ്രവചന ദൂത് നേരത്തെ ഉണ്ടായത് കൊണ്ട് ആ സാഹചര്യത്തിന് മുൻപിൽ അവൻ അനുദപിപ്പാൻ ഒരു ഭാഗ്യം കിട്ടി. ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറില്ല, ഞാൻ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. ഗെത്സമനയിൽ വെച്ച് ആമേൻ സ്തോത്രം യേശുവിനെ പിടിക്കുവാൻ വന്നപ്പോൾ എല്ലാം 4 വക്ക ഓടി. പക്ഷേ പത്രോസ് കാരാഗ്രഹത്തിൻ്റെ മുറ്റത്തൂടി അകലം വിട്ട് നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ആ ഭാഗം വായിക്കുമ്പോഴും ഞാൻ കരയാൻ തുടങ്ങി. എല്ലാവരും പോയി. പക്ഷെ ഇവന് പേടിയുണ്ട്, ഇവനെ അറസ്റ്റാക്കിയാലോ. അതുകൊണ്ട് അകലം വിട്ട് നോക്കി. ആ സമയത്താണ് ഒരുത്തി ഓടി വന്ന് നിന്ന് സംസാരിച്ചത്, ഇവനും അവൻ്റെ കൂട്ടത്തിൽ ഉള്ളവനാണ്. അപ്പോഴിവ എന്തു പറഞ്ഞു? ഞാനല്ല അത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ ഉറച്ചിരിക്കണം ഈ വാക്യങ്ങൾ വായിച്ചിട്ട്. ഞാനല്ലെന്ന് പറഞ്ഞ് മാറി. അടുത്തൊരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, ഇവനും അവൻ്റെ കൂടെ ഉള്ളതാണ്. സ്തോത്രം. ഉടനെ അവൻ പറഞ്ഞു, ഇല്ലല്ല ഞാനല്ല, അങ്ങ് കുടങ്ങിട്ട് പോകുകയാണ്. ആമേൻ സ്തോത്രം. കാരണം സാഹചര്യം അങ്ങനെ ഭയപ്പെടുത്തുന്ന സാഹചര്യം ആയതുകൊണ്ട് അവൻ കുടങ്ങി പോയത്. നമ്മളായാലും കുടങ്ങി പോകും. ഹല്ലേലൂയ. പക്ഷേ 3-ാം ഘട്ടം വീണ്ടും ഒരുത്തി എന്ന് പറയുകയാണ്, നീയും അവനോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുത്തനാണ്, നിന്റെ സംസാരവും അത് തെളിയിക്കുന്നു.
ഉണ്ടോ നിങ്ങളെ ബൈബിളിൽ? ഒന്നെടുത്താട്ടെ ആ ഭാഗം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 69-ാം വാക്യം തൊട്ട് വേഗത്തിലൊന്ന് വായിക്കാം. ആ ആ ആ ആ Praise the Lord. ഉൻ പേച്ചും. യേശുവിനോട് കൂടെ നടക്കുന്നവരുടെ സംസാര ശൈലി മാറുമോ ഇല്ലയോ? ഇന്നത്തെ പെന്തക്കോസ്തുകാരെ തിരിച്ചറിയാൻ വഴിയില്ല. സ്തോത്രം. മീൻകടയിൽ പോയാൽ ചണ്ട, 1 രൂപയ്ക്ക് വേണ്ടി തർക്കിക്കുന്നവരുണ്ട്. റേഷൻ കടയിൽ പോയാൽ ക്യൂവിൽ നിന്നുകൊണ്ട് ചണ്ട. സ്തോത്രം. നായില്ലിയ വന്ന മുന്നേ നീ ഞാൻ തള്ളുതേ. സ്തോത്രം. ലേലുയ. എവിടെ നോക്കിയാലും ചണ്ട. ഹാലേലൂയ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിന്റെ സംസാരവും തെളിയിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്ഥാനപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ സംസാരം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായിരിക്കണം. മാതൃകയോട് സംസാരിക്കുന്നവരൊരു അല്ലില്ലേ പറഞ്ഞാട്ടെ. മക്കളെ ശപിക്കാത്തവരൊരു അല്ലില്ലേ പറഞ്ഞാട്ടെ. ഉണ്ട്, വേറെ ഏനക്കമില്ല. ഹല്ലേലൂയ. വീട്ടിൽ വഴക്ക് കൂടാത്തവരൊരു അല്ലില്ലേ പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മളെല്ലാവരും എവിടെ പോകാൻ ഒരുങ്ങുന്നേ? എവിടെ പോവാൻ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ ചെത്തി വെടിപ്പാക്കിയ ഒരായുധമായി മാറണം. അതിനാ ദൈവം ചില സമയങ്ങളിൽ നമ്മെ ചെത്തുന്നത്. എന്തിന്? നമ്മിഷ്ടം ലോകത്തിൻ്റെ ഇംഹിതങ്ങൾ വീഴാതിരിപ്പാൻ, പാപത്തിൻ്റെ മ്ലേച്ഛതകൾ കടന്നു പോകാതിരിപ്പാൻ ആത്മാവ് നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ അലങ്കാരം എല്ലാം ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്തോത്രം. പത്രോസിൻ്റെ ജീവിതത്തിൽ മാതൃക ഉള്ളവനായിരുന്നത് പോലെ, ഹല്ലേലൂയ, 3-ാം പ്രാവശ്യം ഇവൻ തള്ളിപ്പറഞ്ഞതും കോഴി കൂകി ഉണർത്തിയപ്പോൾ ഇവൻ കരഞ്ഞുകൊണ്ട് അവൻ യേശു ഉടനെ ഇവനെ തിരിഞ്ഞു നോക്കിയതും ഇവൻ്റെ അകത്ത് കുറ്റബോധം വന്നു. ഓടി കരഞ്ഞ് അനുതപിച്ചത് ഭാഗ്യമായി കേട്ടോ. കരയാത്തവൻ്റെ മുമ്പിൽ യേശു വന്നില്ല. കരഞ്ഞവൻ്റെ മുമ്പിൽ തിബരിയാസ് കടൽ തീരത്ത് മീൻ പിടിക്കുന്ന സ്ഥലത്ത് യേശു കർത്താവ് ശിഷ്യന്മാരെ തേടി വന്നു. ആരെയാ തേടി വന്നത്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനെ കരുതി, വാഗ്ദത്തമുള്ളവനെ കരുതി അവിടെ കയറി വന്നതാ. ആമേൻ. അവിടെ പറയുന്നുണ്ട്, പിടിച്ച മീനുകളിൽ ഇപ്പോൾ പിടിച്ചതിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് കനലിൽ ചുട്ട മീൻ തിന്ന് ആമേൻ സ്തോത്രം സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാ പത്രോസിൻ്റെ അടുത്ത ആമേൻ പരീക്ഷണം. അവനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും ശിഷ്യന്മാരിരുന്നപ്പോൾ പത്രോസെ, ഇവരിലും അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. അവൻ 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞവനെ 3 വട്ടം ചോദ്യം ചോദിച്ചവനെ ഉറപ്പിക്കുവാനിടയായി. ആർക്കും ലഭിക്കാത്ത ഒരു ശുശ്രൂഷ പത്രോസിൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിടയായി. ശോധന സഹിക്കുന്ന ദൈവ പൈതലേ, കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ സ്തോത്രം. ലോകം എന്തൊക്കെ നിന്നെ പരിഹസിച്ചാൽ നീ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ നന്നായി അറിയുന്നവൻ, നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നന്നായി ഗ്രഹിക്കുന്നവൻ, നിനക്ക് വേണ്ടി ഒരു വിടുതൽ നൽകുവാൻ ഈ ദൈവം നല്ല ദൈവമാ. ഹല്ലേലൂയ. പത്രോസിനെ യഹോവയ്ക്ക് വേണ്ടി, ആമേൻ, യഹോവയുടെ സാക്ഷ്യമായി, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വ സാക്ഷിയായി ക്രൂശിക്കപ്പെട്ടവനായി യേശുവിനെ പ്രശംസിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ഇതിനകത്ത് ചിലരെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആകയാൽ ആമേൻ, ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹം വിട്ടുപോകാതെ കർത്തൃ സന്നിധാനത്തിൽ നിൽക്കുവാൻ സഹായമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആകണമെങ്കിൽ എല്ലാവരോടും സഹോദര പ്രീതിയുള്ളവരായിരിക്കണം.
എല്ലാവരോടും സഹോദര പ്രീതിയുള്ളവരായിരിക്കണം. ആമേൻ സ്തോത്രം. കയ്പ് ഉണ്ടാകുവാൻ ഇടയാകരുത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആമേൻ എല്ലാവരോടും സമാധാനം ആചരിപ്പിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ ആർക്കും കഴിയുന്നതല്ല. ഇന്ന് രാത്രി ആ ശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില ശുദ്ധീകരണത്തിലേക്ക് ആമേൻ കടത്തി വിടുമ്പോൾ ഇയ്യോബ് പറയുന്നുണ്ട്, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരൂ. സ്വർഗം ചില അനുഭവങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും നടത്തി വിടുമ്പോൾ ആമേൻ സ്തോത്രം ക്ഷീണിച്ചു പോകരുതേ. ദൈവസന്നിധാനത്തിൽ ഉറപ്പോടെ നിന്നുകൊണ്ട് വാഗ്ദത്തം പിടിച്ചെടുക്കുവാൻ സഹിഷ്ണുത ആവശ്യമാണ്. ഇന്ന് രാത്രി ആ വലിയവനായ ദൈവത്തിൻ്റെ അതുല്യമേറുന്ന പ്രവൃത്തി കാണുവാൻ എത്ര പേർ ജീവിതത്തെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം യഹോവ അവനായി വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. വായിച്ച കുറിവാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, പത്രോസിൻ്റെ ജീവിതത്തിൽ അവൻ ജീവിത അനുഭവത്തിലൂടെ എടുത്തു പറയുന്നു, ആമേൻ സ്തോത്രം, ആമേൻ പരകാര്യത്തിൽ ഇടപെട്ടിട്ടല്ല കഷ്ടത സഹിക്കേണ്ടത്, പിന്നെയോ ആമേൻ ഉത്തമനായി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി കഷ്ടത സഹിക്കുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ തിരഞ്ഞെടുക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നീ കഷ്ടതയിൽ വീണു പോകുകയില്ല. ആമേൻ സ്തോത്രം. കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ തള്ളിയാലും നീ നിലം പരിചയാകില്ല. സ്വർഗം നിന്നെ താങ്ങുവാൻ ശക്തനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തോട് പലവട്ടം ആമേൻ സ്തോത്രം തീരുമാനമെടുത്തിട്ട് നേർന്നിട്ട് ദൈവസന്നിധാനത്തിൽ ചെയ്യുവാൻ കഴിയാതെ ഒതുങ്ങിപ്പോയ ഏതോ ചില അനുഭവങ്ങൾ കാണുന്നുണ്ട്. വെള്ളത്തിൽ വരച്ച വര പോലെ ചിലരെടുത്ത തീരുമാനത്തിനകത്തളങ്ങളിൽ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയാതെ ദൈവസന്നിധാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ, പ്രതിഷ്ഠകൾ, ആമേൻ സ്തോത്രം, പൊരുത്തനകൾ മാറിപ്പോയ അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം ഒന്ന് ഓർത്ത് അത് ചെയ്യേണ്ടതിന് പുതിയ തീരുമാനത്തോടെ മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെക്കുറിച്ച് ഇച്ഛിക്കുന്ന അനുഭവത്തിൽ ആമേൻ സ്തോത്രം ആയിത്തീരേണ്ടതിന് കർത്താവേ നിൻ്റെ ഹിതം എന്താണ്? ആമേൻ സ്തോത്രം. നിൻ്റെ ആഗ്രഹം എന്താണ്?